വിളിക്കണല്ലോ അല്ലേ? ഗ്ലാമർ ഇച്ചിരി കൂടുതലാണ്. പിന്നെ വിളിക്കാഞ്ഞാല് അത് നല്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ വിളിക്കാനുള്ള കാരണം വേറൊന്നുമല്ല, അത് പരിചയപ്പെടുത്താം. അതിന്റെ പേര് സുമ എന്നാണ്. മഞ്ചേരിയാണ് ഞങ്ങളുടെ സ്വദേശം. ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. ഏകദേശം 6 വർഷത്തിൽ മേലെയായി ഞങ്ങൾ ഈ ബിസിനസ്സിൽ എത്തിയിട്ട്. എൻ്റെ പ്രൊഫഷനും കൂടി ഞാൻ പറയാം. എൻ്റെ പ്രൊഫഷൻ, ഞാനൊരു ഗവൺമെന്റ് ടീച്ചറാണ്. ഇപ്പോഴും ഗവൺമെന്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തതിന്റെ കൂട്ടത്തിലാണ് ഞാനിത് പാർട്ട് ടൈം ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഹസ്ബൻഡാണെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനും കൂടെയുണ്ട്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യം തന്നെ നിങ്ങൾക്ക് തരാനുള്ള ഒരേ ഒരു മെസ്സേജ്, ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതാണ്. ഈ ബിസിനസ്സിൽ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്താൽ ഡബിൾ എഫക്റ്റ് ആണ് കിട്ടുന്നത്. എത്രയും പെട്ടെന്ന് ഒരുമിച്ച് ഹസ്ബൻഡുമാരെ വൈഫുമാരെയൊക്കെ കൊണ്ടുകൊണ്ട് വരിക, ഈ ഒരു ഫാമിലിയിലേക്ക് എത്തിക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, ഇതൊരു ഫാമിലി ബിസിനസ് ആണ്. സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവരും ഏറ്റെടുക്കുക. ഇനി ഇതിൽ വരാനുണ്ടായ കാരണം കൂടി പറയാം. നിങ്ങൾക്കറിയാം, ഗവൺമെന്റ് സർവീസിലാണ്. ആശിച്ചു വാങ്ങിയ ജോലിയാണ്, വാശിയോടെ വാങ്ങിയ ജോലിയാണ്. എൻ്റെ വല്യമ്മയോടുള്ള ചെറിയൊരു വാശിയാണ് കേട്ടോ എൻ്റെ ജോലി. നമുക്ക് വാശി നല്ലോണം ഉണ്ടാവണം, എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വാങ്ങിച്ചു. അതിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ബിസിനസ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. പക്ഷെ ബിസിനസ് കിട്ടിയ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിനെ ഈ എല്ലാവർക്കും ചിന്തിക്കുന്ന പോലെ ഇനിയിപ്പോൾ ഗവൺമെന്റ് ജോലി ഉണ്ട്. അന്ന് ഹസ്ബൻഡ് സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1 ലക്ഷം രൂപയോളം എല്ലാം കഴിഞ്ഞിട്ടും നമുക്ക് ലാഭം കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് ഈ ബിസിനസിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കില്ല. ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും ഞങ്ങളുടെ ഒരു ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ട് ഞങ്ങളുടെ സുരേഷ് സാറിന്റെ നിർബന്ധത്തിന് ദൈവമായിട്ട് അയച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സാറിനെ. അങ്ങനെ ഞങ്ങൾ അത് കേൾക്കാനല്ല, പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് ഉണ്ടായത്. പക്ഷെ അന്ന് എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ വലിയൊരു അസുഖം, എന്നെ മരണത്തിലേക്ക് കൊണ്ടുപോയിരുന്ന ഒരു അസുഖത്തിന് എനിക്ക് റിസൾട്ട് കിട്ടിയത് നമ്മളെ പ്രൊഡക്റ്റിലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, പ്രൊഡക്റ്റിന് ഗ്യാരണ്ടി ഞാനാണ്. എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നത് നമ്മുടെ പ്രൊഡക്റ്റാണ്. അത്രത്തോളം റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ബിസിനസ്സിനെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ബിസിനസിന്റെ മീറ്റിങ്ങുകൾ കണ്ടു. അവിടെ കണ്ട സമയത്ത് നമ്മളെക്കാട്ടിലും കഴിവില്ലാത്ത പല ആളുകളും, ഇല്ലാതെന്ന് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ പഠിച്ച നമ്മളൊരു ടീച്ചർ ആയിട്ടുണ്ട്, അതിലും അങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകളൊക്കെ അവിടെ വന്നിട്ട് എന്തുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ നേടിയിരുന്നത്. അത് നമ്മൾ കേൾക്കുകയല്ല, കണ്ട് വിശ്വസിക്കുക. നമ്മൾ കാണുന്നതാണ് വിശ്വസിക്കേണ്ടത്, കേൾക്കണം. ഞങ്ങൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതിൽ ഇറങ്ങി തിരിച്ചാൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അത് മാത്രമല്ല, നമ്മൾ കണ്ടതല്ല ലോകം, ഇതിനപ്പുറത്ത് വലിയൊരു ലോകം ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ കുറച്ചേ ചിന്തിച്ചുള്ളൂ. ഇതിന്റെ പ്ലാൻ കേട്ട സമയത്ത് ഞാൻ ചിന്തിച്ചു ഇത്ര മാത്രമേ ഉള്ളൂ. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരുപാട് ലീഡേഴ്സ് സംസാരിക്കാനുണ്ട്. നിങ്ങളോട് എനിക്കൊന്ന് ചിന്തിക്കാൻ മാത്രമേ ഞാൻ നിങ്ങളടുത്ത് പറയുന്നുള്ളൂ. ഞാൻ ചിന്തിച്ചു ഇത്രയേ ഉള്ളൂ. എന്റെ ഗവൺമെന്റ് സർവീസിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന വരുമാനം, മാക്സിമം വരുമാനം എത്രയെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ റിട്ടയർഡ് ആവാൻ പോവാണ്. റിട്ടയർഡ് ആവാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും എത്രയേ കിട്ടുള്ളൂ? എനിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 ലക്ഷം രൂപയാണ് ഒരു മാസം മാക്സിമം പോയാൽ എനിക്ക് ഇൻകം കിട്ടുക. ആ സമയത്ത് ഏകദേശം 30-40 പെൻഷൻ മുകളിൽ എനിക്ക് ശമ്പളം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു. പക്ഷെ ഈ മൈ ലൈഫിൽ നമുക്ക് എത്രയേ കിട്ടുക? നിങ്ങൾ പ്ലാൻ കേട്ടപ്പോൾ ശ്രദ്ധിച്ചോ? എത്രയേ കിട്ടുക? 8.40, 2.10 എന്നൊക്കെ പറയുന്നത് അല്ല. നമ്മളൊന്ന് മനസ്സറിഞ്ഞ് പണിത 3 ഐഡി നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. കുറച്ച് കഴിഞ്ഞ് ഈ പ്ലാൻ കേട്ടിട്ട് വേണം പോവാൻ. ഞാൻ ഈ പറയുന്ന കാര്യം കിട്ടുമെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം അവിടുന്ന് പോകാൻ കേട്ടോ. 3 ഐഡി നമ്മൾ മനസ്സറിഞ്ഞ് ഡെവലപ്പ് ചെയ്താൽ 25 ലക്ഷത്തിന് മുകളിൽ നമുക്കൊരു മാസം വരുമാനം ഉണ്ടാക്കാൻ പറ്റും. 100% പറ്റും. അത് വാങ്ങുന്ന ആളുകളുണ്ട്. അത് വാങ്ങുന്ന ആളുകളെ കണ്ടപ്പോൾ ആ പാതയിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ ജോലി മാറ്റി വെച്ചിട്ട് ഇച്ചിരി സമയം ഞാനൊന്ന് മാറ്റി വെച്ചാൽ അതിന് പറ്റുമെന്ന് മനസ്സിലാക്കി. പിന്നെ നഷ്ടങ്ങളൊന്നുമില്ല. ഞാൻ ചിന്തിച്ചത്രേ ഉള്ളൂ. എൻ്റെ പ്രൊഡക്റ്റ്, അതായത് എൻ്റെ അസുഖത്തിന് വേണ്ട പ്രൊഡക്റ്റ് എനിക്ക് വേണം. അപ്പം ഞങ്ങൾ ആദ്യം 35,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇത്ര ചിന്തിച്ചുള്ളൂ ഞാൻ. ആ 35,000 രൂപ എടുത്ത സമയത്ത് ഒരു 400 രൂപയെങ്കിലും അല്ലെങ്കിൽ ഒരു 200 രൂപയെങ്കിലും, 2,10,000 അല്ലേ അവിടെ പറഞ്ഞ ഇൻകം ഒരു ഐഡിയിലൂടെ. ഞാൻ ചിന്തിച്ചു 2,10,000 ഒന്നും വേണ്ട, ഒരു 200 രൂപ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഒന്ന് വന്ന് കിട്ടിയാൽ ആ പൈപ്പിലൂടെ വെള്ളം വരുന്നുണ്ടെന്ന് മനസ്സിലാവും. അതിലൂടെ പിന്നെ ഒന്ന് സ്പോർട്സിൽ വരാൻ നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ തീരുമാനിച്ചു. ആ പൈപ്പിലൂടെ എന്ത് വന്നു? ഒരു 400 രൂപ ഫസ്റ്റ് വന്നു. അന്ന് തീരുമാനിച്ചതാണ്, എന്തായാലും വന്നു. ഇനി ഇതിലെ ലീഡേഴ്സ് ചെയ്തതുപോലെ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങോട്ട് ഇറങ്ങി പണിയാൻ തുടങ്ങി. പണിയാൻ മാത്രമല്ല, ഒരുപാട് ആളുകളെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അവരെ സ്നേഹിക്കാൻ തുടങ്ങി. അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് നല്ലൊരു വരുമാനം ഞങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരോടും പറയാനുള്ളത്, കിട്ടിയ അവസരമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള ആളുകൾ ആയതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ. രക്ഷിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? ആ രക്ഷിക്കാനുള്ള വഴി ദൈവം തുറന്നു തന്നിട്ടുണ്ട്. അത് സ്വീകരിക്കുക, ഞങ്ങളുടെ കൂടെ നിൽക്കുക. ഒരു കൈ വെക്കാൻ ഞങ്ങൾ ലീഡേഴ്സ് റെഡിയാണ്. അടുത്ത കൈ നിങ്ങൾ വെച്ചാൽ അത് മുറുക്കെ പിടിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഉയർത്താൻ ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ,
എന്തായാലും സാറിന് പറയാനുള്ള സമയമില്ല, ഞാൻ അത് ഇങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളോട് എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞു. ഒന്നുമില്ല. അപ്പോ എല്ലാവരും ടീച്ചർ പറഞ്ഞല്ലോ, ഇത്ര പറയാനുള്ളൂ. ഹാപ്പി ന്യൂ ഇയർ, ക്രിസ്മസ്, മേരി ക്രിസ്മസ്.